മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്ന രീതിയും കാലതാമസവും ഭരണഘടനാ വിരുദ്ധമെന്ന് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. മുഖ്യമന്ത്രിയുടെ നിയമനം ഭരണഘടന നിർദ്ദേശിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിഷയത്തിലുള്ള വിധിയും ജനഹിതവും മാനിച്ചുകൊണ്ടായിരിക്കണം നടത്തേണ്ടതെന്നും ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ തീരുമാനമെടുക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കും ജനഹിതങ്ങൾക്കും ഗവർണറുടെ അധികാരങ്ങൾക്കും വിരുദ്ധമാണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ മാൻഡേറ്റാണ് 302 കൊടുത്തു. അവരാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ നിയമസഭാകക്ഷി നേതാവായ ഗവർണർ അറിയിക്കേണ്ടത്. അതിന് പകരം AICCയുടെ പ്രതിനിധിയായി ഒരാൾ ഇവിടെ വന്ന് അംഗങ്ങളെ രഹസ്യമായി വിളിച്ച് രഹസ്യമായ അഭിപ്രായം ചോദിച്ച് രഹസ്യമായ ആ അഭിപ്രായം അവിടെ കൊണ്ടുപോയി ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണ്. ഞങ്ങൾ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഏതെങ്കിലും ഒരു പ്രത്യേക ആൾ മുഖ്യമന്ത്രിയാകണമെന്നോ ആകരുതെന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ആ തിരഞ്ഞെടുപ്പ് പോയി അറിയിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വയലേഷൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയിൽ ജയിച്ചു വന്ന ആളുകൾ ആർക്ക് മാൻഡേറ്റ് കൊടുക്കുന്നു, ആരെയാണ് നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ജനങ്ങളറിയണം. അത് രഹസ്യ സ്വഭാവം ഇല്ല. ലോക്സഭാ സീറ്റ് രാജിവെക്കുന്നതും തുടർന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ മറ്റൊരു MLA രാജിവെപ്പിക്കുന്നതും വഴി പൊതുഖജനാവിൽ 30-40 കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നും വ്യക്തിപരമായ അധികാരമോഹത്തിനു വേണ്ടി ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യരുതെന്ന് സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് പറഞ്ഞു. നിയമസഭയിൽ മത്സരിക്കണം, അത് ചെയ്തില്ല. ജയിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, ചെയ്തില്ല. അത് പോട്ടെ, അത് രാഷ്ട്രീയപരമായ കാര്യം. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമ്പോൾ അപ്പോൾ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഞങ്ങളുടെ ഒരു മുമ്പിൽ വെക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ പാർലമെൻറ്റ് സ്ഥാനം രാജിവെക്കണം. രാജിവെച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ കയറിയതിന് ശേഷം 6 മാസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം ഇലക്ഷനിൽ MLA ആയി ജയിച്ച ഒരു വ്യക്തിയെ രാജിവെപ്പിച്ചിട്ട് ആ സീറ്റിൽ അദ്ദേഹം മത്സരിച്ച് അവിടെ ജനങ്ങളുടെ മാൻഡേറ്റ് മേടിക്കണം. ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. 6 മാസം മാത്രമേ ഉള്ളൂ ഇൻഫാൻസി പീരീഡ്. മത്സരിച്ച് ജയിക്കണം. അപ്പോൾ നിങ്ങൾ ആയിക്കോളൂ. MP സ്ഥാനം രാജിവെക്കുന്നു, അവിടുത്തെ ജനങ്ങളുടെ മാൻഡേറ്റ് വയലേറ്റ് ചെയ്യുന്നു. രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം രാജ്യസഭാ MP ആയി, ആ മാൻഡേറ്റ് ജനങ്ങളുടെ മാൻഡേറ്റ് വയലേറ്റ് ചെയ്യുന്നു. ഇവിടെ വന്ന് ഒരു MLAക്ക് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത് രാജിവെപ്പിച്ചിട്ട് അവിടെ അയാൾ മത്സരിക്കുന്നു. ഈ മത്സരത്തിന് MP ആയി മത്സരിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് 35-40 കോടി രൂപ ചെലവാണ്. കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ MM ബഷീർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, വൈസ് ചെയർമാൻ MD ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു.